കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ മെഡിക്കൽ കോളേജ് പോലീസ് മൊഴിയെടുക്കുന്നു. ദീപകിന്റെ മാതാപിതാക്കളുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. കമ്മീഷണർ പറഞ്ഞ് വേണ്ട എല്ലാ നടപടിയും എടുക്കാൻ സ്വീകരിക്കാന്നുള്ള പറയണേ. ഇപ്പം തന്നെ ഫോർവേഡ് ചെയ്യും. നിങ്ങൾ പോയിട്ട് അവിടെ ACPനെ കണ്ടാൽ മതി, കോളേജിലുള്ള ACPനെ പോയി കണ്ടാൽ മതി എന്ന് പറയണേ. ഞങ്ങളിപ്പോൾ മനുഷ്യാവകാശത്തിന് കൊടുക്കാനുണ്ട്, ഞങ്ങൾക്ക് കളക്ടറെ കൊടുക്കാനുണ്ട്, DGPക്ക് ഉണ്ട്, ഇവർക്കൊക്കെ മന്ത്രിക്കുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ ഇത് കൊടുക്കുന്നുണ്ട്, പരാതി കൊടുക്കുന്നുണ്ട്. കൊലക്കുറ്റം തന്നെ ചുമത്തണം. കൊലപാതകം തന്നെയാണല്ലോ ഇത് നടന്നത്. ഇപ്പോൾ നമുക്ക് പോണത് നമ്മളൊരു അഞ്ചനാ, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളാ പോയത്. ആ അമ്മക്കും അച്ഛനും ആകെ ഒരു മോനാ ഉള്ളത്. ഒരവസ്ഥ നിങ്ങൾ കണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നന്ദഗോപാലാണ് ചേരുന്നത്. നന്ദു, ദീപകിന്റെ ആത്മഹത്യക്ക് പിന്നാലെ വീഡിയോ പുറത്തുവിട്ട യുവതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചിരുന്നപ്പോൾ ആ പരാതിക്ക് പിന്നാലെയാണോ ഇപ്പോൾ ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നത്? നന്ദു, ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിച്ചു വരികയാണോ അതോ പൂർത്തിയാക്കിയോ? അല്പസമയം മുൻപാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടേക്ക് എത്തി മൊഴി രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുള്ളതാ. ഇന്ന് രാവിലെയാണ് ദീപകിന്റെ അമ്മ ഒപ്പിട്ട പരാതി മെഡിക്കൽ കോളേജ് പോലീസിനും അതോടൊപ്പം തന്നെ മറ്റ് മുഖ്യമന്ത്രിക്കും IG-ക്കും കമ്മീഷണർക്കും ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടെ എത്തി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഈ മരണത്തിന് പിന്നാലെ പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ മതിയായ കാര്യങ്ങളില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വലിയ വിമർശനം പോലീസിന് നേരെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് ഇവിടേക്ക് എത്തിയ സമയത്ത് ഇവിടെയുണ്ടായിരുന്ന മറ്റാളുകൾ പോലീസുമായി ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തു. അത് ചെറിയ ഒരു വാക്കേറ്റത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന കാര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൊഴി എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഈ ആളുകൾ പറയുന്നത് ഇവിടെ യുവതിക്കെതിരെ കേസെടുക്കണം, ഇവരുടെ പേര് FIR-ൽ വരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇതിനനുസരിച്ച് FIR വേണം എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർ സന്ദർശിക്കാൻ എത്തുകയുമുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ യുവതിക്കെതിരെ T സിദ്ദിഖ് MLA അടക്കം നിരവധി പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ദീപകിന്റെ ആത്മഹത്യയിൽ യുവതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിക്ക് പരാതിയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആദ്യ നടപടി എന്നോണമാണ് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്ന മാതാപിതാക്കളുടെ കുടുംബത്തിന്റെ ആവശ്യത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ദീപകിന്റെ മാതാപിതാക്കളിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നത്. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്.